ജോസ് ആലുക്കാസ് രണാങ്കണം. അടുത്ത മേഖല ചക്രവ്യൂഹം. ശരി, മനുഷ്യരെല്ലാം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു. തീർച്ചയായും. ജൂറി, അരുൺലാൽ ആദ്യം വിചാരിച്ച വ്യക്തിയുടെ പേര് നിങ്ങൾ അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. ഒരു പുരുഷൻ. അതെ. ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഭാരതീയൻ? അല്ല. 50 വയസ്സ് കഴിഞ്ഞ വ്യക്തി? അതെ. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള ഒരാൾ? അല്ല. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലുള്ള ഒരാൾ? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണ് പ്രധാനം? അല്ല. മതം? രാഷ്ട്രീയമാണോ? അല്ല. സാഹിത്യമാണോ? അല്ല. രാജ്യം ഓസ്ട്രേലിയയാണ്? രാജ്യം ഓസ്ട്രേലിയയാണ്. ഭൂഖണ്ഡവും രാജ്യവും ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ ഓസ്ട്രേലിയ അല്ലാതെ മറ്റു രാജ്യങ്ങളുണ്ട്, ന്യൂസിലാൻഡ്, ടാസ്മാനിയൊക്കെ ഉണ്ട്. ഇത് രാജ്യവും ഓസ്ട്രേലിയ തന്നെയാണ്. അതെ. പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, പെർഫോം ചെയ്യുന്ന കലാകാരൻ? അല്ല. ചിത്രകാരൻ ഓർ ശില്പി? അതെ. ചിത്രകാരൻ ശില്പി അല്ല. ശില്പിയൊന്നുമല്ല, പക്ഷേ ലൈഫ് ലൈൻ അല്ല. ലൈഫ് ലൈൻ അല്ല. 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 കാർട്ടൂണിസ്റ്റ്? അല്ല. അനിമേറ്റർ? ഡിസൈനർ? അനിമേറ്റർ? അതെ. ഡിസൈനർ? അതെ. കോസ്റ്റ്യൂം ഡിസൈനിങ് ഓർ ഫാഷൻ ഡിസൈനിങ്? അല്ല. വെബ് ഡിസൈനിങ്? അല്ല. കമ്പ്യൂട്ടർ രംഗവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കലാപ്രവർത്തനം നിർവഹിക്കുന്നത്? അല്ല. മീഡിയയുമായോ ജേർണലിസവുമായോ ബന്ധമുള്ള കലാകാരൻ? അല്ല. 19. പ്രൊഫഷണൽ ആർട്ടാണോ? അല്ലല്ല. ഫോട്ടോഗ്രാഫി, കുക്കിംഗ് അങ്ങനെയുള്ള ഒന്നുമല്ല, അതെല്ലാം പ്രൊഫഷണൽ ആർട്ടുകളാണ്. അതൊന്നുമല്ല. അല്ല. വെരി ഗുഡ്. ടാറ്റൂയിങ്? അല്ല. ഒരേ ഒരു ചോദ്യം അല്ലേ? പറയൂ. സ്റ്റുവർട്ട് ഡെവ്ലിൻ, ഓസ്ട്രേലിയൻ ആഭരണ ഡിസൈനർ. ആഭരണ ഡിസൈനർ. പ്രൊഫഷണൽ ആർട്ടല്ലേ സർ? ജുവലറി ഡിസൈനർ പ്രൊഫഷണൽ ആർട്ടല്ലേ? അത് മാത്രമല്ല ഡിസൈൻ ചെയ്യാറ്. അദ്ദേഹം 1999 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഫേസ് ഉള്ള ഗോൾഡ് കോയിൻ പുറത്തിറക്കി. അങ്ങനെ അദ്ദേഹം പേരെന്താ? സ്റ്റുവർട്ട് ഡെവ്ലിൻ. അതുപോലെ 2000 സിഡ്നി ഒളിമ്പിക്സിൽ കോയിൻസ് ഡിസൈൻ ചെയ്ത അദ്ദേഹമാണ്. നാണയങ്ങൾ. അതുപോലെ തന്നെ 36 രാജ്യങ്ങളുടെ നാണയങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റുവർട്ട് ഡെവ്ലിൻ. നല്ല സെലക്ഷൻ. സ്റ്റുവർട്ട് ഡെവ്ലിൻ, ഓസ്ട്രേലിയൻ ഡിസൈനർ, ബട്ട് നോട്ട് ഫാഷൻ ഡിസൈനർ, നോട്ട് കോസ്റ്റ്യൂം ഡിസൈനർ, കോയിൻ ഡിസൈനർ. രണ്ടാം റൗണ്ടിൽ അരുൺലാൽ വിചാരിച്ച പേര് അപ്രോച്ച് ജൂറി? രണ്ടാം റൗണ്ടിൽ അരുൺ വിചാരിച്ച വ്യക്തി പുരുഷൻ? അതെ. ജീവിച്ചിരിക്കുന്നു? അതെ. 50 വയസ്സ് കഴിഞ്ഞു? അതെ. ഭാരതീയൻ? യെസ്. മലയാളി? യെസ്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? അല്ല. കൊല്ലം ജില്ലക്കാരനാണോ? ഒരിക്കലും അല്ല. താങ്കൾ കൊല്ലംകാരനാണ്, പക്ഷെ കൊല്ലം ജില്ലക്കാരനല്ല. മനസ്സിലായി. സ്പോർട്സ്, സയൻസ്, ഉദ്യോഗം, ബിസിനസ്? അതെ. ആണ്. സ്പോർട്സ് ഓർ സയൻസ്? അല്ല. ബിസിനസ്? ഒരു സംഭവത്തിന്റെ പേരിലാണ് പുസ്തകം. സ്പോർട്സ്, സയൻസ്, ഉദ്യോഗം, ബിസിനസ് അല്ല. ഉദ്യോഗം പ്രധാന മേഖല അദ്ദേഹത്തിന്റെ. ഇപ്പൊ ഇൻസിഡന്റൽ ഫെയിം വേറെയാണ്. ഓരോ ഇൻസിഡന്റിനും ഓരോ മേഖലകൾ കാണും, പക്ഷെ ഇൻസിഡന്റൽ ഫെയിം ഈസ് ഡിഫറൻറ്റ് ഫ്രം എ ഫീൽഡ് ഓഫ് ഫെയിം. ഇത് ഇൻസിഡന്റൽ ഫെയിം ആണോ അതോ ഫീൽഡിലുള്ള പ്രാഗൽഭ്യത്തിന്റെ പേരിലുള്ള പ്രശസ്തിയാണോ? ഫീൽഡിലെ പ്രശസ്തി വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ക്രിക്കറ്റർ തിലക് രാജിനെ സ്പോർട്സ് എന്ന് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഒരേ ഒരു സംഭവത്തിന്റെ പേരിൽ ഒരു ഓവറിൽ 6 6 വഴങ്ങി എന്ന ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് മാത്രം ഇടം നേടിയ ആളാണ്. അതുപോലെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ആണോ ഇത്? അതെ. മേഖലയല്ല. അങ്ങനെ പറയാം. മേഖലകളുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന് പ്രശസ്തി ഇൻസിഡന്റ് ആണ്. ഇൻസിഡന്റ് ആണ്. നല്ല സംഭവം അല്ല. എനിക്ക് നല്ല സംഭവം തോന്നുന്നു.
അതെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല സംഭവമാണ്. അല്ല, അത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ കാണാൻ പറ്റും. അതെ അതെ, അല്ല കൊലപാതകമൊന്നുമല്ല. അല്ല, എന്നെ സംബന്ധിച്ച് നല്ല സംഭവമാണ്. ആണ്. ചില ആളുകൾക്ക് മോശമായി തോന്നാം, വേണമെങ്കിൽ, അല്ലേ? അല്ലാതെ എല്ലാവർക്കും മോശമെന്ന് തോന്നുന്നതോ എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്ന സംഭവമല്ല. കൊലപാതകമല്ല. എന്താണ് ചോദിച്ചല്ലേ? ഒരു മർഡർ, ഒരു ക്രൈം, ഒരു കൊലപാതകം എന്ന് പറയുമ്പോൾ അത് നല്ല സംഭവം എന്ന് പറയാൻ പറ്റില്ല. അത് രണ്ടും രണ്ട് തരത്തിലാണ്. കൊലപാതകം വേറെ, മർഡർ വേറെ, കില്ലിംഗ് വേറെ, അസാസിനേഷൻ വേറെ. ഞാൻ പറഞ്ഞത് ഇപ്പോ റിപ്പർ ചന്ദ്രൻ നല്ല സംഭവം എന്ന് പറയാൻ പറ്റുമോ? അല്ല. ഇതിനു മുമ്പ് ഒരാൾ റിപ്പർ ചന്ദ്രൻ വിചാരിച്ചു ഒരു നല്ല സംഭവം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. 1980 ശേഷം നടന്ന സംഭവം? അതെ. 90 ശേഷം നടന്ന സംഭവം? അതെ. 2000 ശേഷം നടന്ന സംഭവം? അതെ. 2005 ശേഷം നടന്ന സംഭവം? അല്ല. ആ സംഭവം രണ്ട് മുഖങ്ങളുള്ള സംഭവമാണെന്ന് പറഞ്ഞല്ലോ. ആ സംഭവത്തിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ശിക്ഷിക്കപ്പെടുന്നില്ല. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇല്ല. ആരുടെയെങ്കിലും മരണത്തിന് കാരണമായോ സംഭവം? അതെ, മരണത്തിന്. അതെ, അങ്ങനെ പറയാം. എങ്കിലും നല്ല സംഭവമാകണമെങ്കിൽ മരിച്ചയാൾ മലയാളിയാണോ? മരിച്ചയാൾ മലയാളിയല്ല. മരിച്ചയാൾ മലയാളിയല്ല. അല്ല. അല്ല. മരിച്ചയാൾ അർജുനന്റെ സഹോദരനാണോ? അല്ല. ആണ്. ആണോ? ഞാൻ വ്യക്തിപരമായി ജൂറിയോടും അരുൺലാലിനോടും വിയോജിക്കുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നല്ല സംഭവം എന്ന് തോന്നണമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊരു നല്ല സംഭവമായി കരുതുന്നു. റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയത് പോലും ഒരു നല്ല സംഭവമായി ഞാൻ കരുതുന്നില്ല. ആരുടെയും മരണം ഒരു നല്ല സംഭവമായി ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സംഭവമെന്ന് നിങ്ങൾ കരുതുമ്പോഴും അത് നല്ല സംഭവമല്ല എന്ന് വിശ്വസിക്കാൻ, എന്ന് തീരുമാനിക്കാനുള്ളത് എന്റെ മനസ്സിന്റെ മാനസികാവസ്ഥയാണ്, അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതിൽ താങ്കൾക്ക് തെറ്റുണ്ടോ? ഇല്ല. മുത്തുലക്ഷ്മിയുടെ ഭർത്താവാണോ മരിച്ചത്? അതെ. മുത്തുലക്ഷ്മിയുടെ ഭർത്താവിന്റെ അനുജന്റെ പേര് അർജുൻ എന്നായിരുന്നു. അർജുൻ ക്രൂരമായി നിയമപാലകരാൽ കൊല ചെയ്യപ്പെട്ടു. നിയമപാലകരാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അർജുനന്റെ ശവശരീരം അപ്പോഴും നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ, ഒരു മൂത്ത ജ്യേഷ്ഠനെ രക്തദാഹി കൂടിയാക്കി മാറ്റി. അർജുനന്റെ ആ മൂത്ത സഹോദരൻ അർജുനന്റെ ശവശരീരത്തിൽ നിന്നും കൂടുതൽ അർജുനന്റെ മരണം അദ്ദേഹത്തെ കൂടുതൽ രക്തദാഹിയാക്കി മാറ്റി. പ്രതികാര അഗ്നി അദ്ദേഹത്തിൽ ജ്വലിപ്പിച്ചു. ആ പ്രതികാരാഗ്നിയാണ് ഫോറസ്റ്റ് ഓഫീസറായിരുന്ന ശ്രീനിവാസിന്റെ ശവശരീരം കാട്ടിലെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കാൻ ആ ജ്യേഷ്ഠനെ പ്രേരിപ്പിച്ചത്. പ്രതികാരമായി ഒരുപാട് ആനകളുടെ കൊമ്പുകൾ ഉരിയിട്ടുണ്ടാകാം, ഒരുപാട് പേരെ കൊല ചെയ്തിട്ടുണ്ടാകാം, തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകാം, ഒരുപാട് ചന്ദനത്തടികൾ വെട്ടിയിട്ടുണ്ടാകാം സത്യമംഗലം കാട്ടിനെ അടക്കി ഭരിച്ചിരുന്ന വീരപ്പൻ. പക്ഷേ വീരപ്പന്റെ എന്നല്ല, ആരുടെയും മരണം നല്ലതാണ് സംഭവം എന്നെനിക്ക് പറയാൻ താല്പര്യമില്ല. വീരപ്പൻ ജയിൽ ശിക്ഷാ നടപടികൾക്ക് വീരപ്പൻ വിധേയനാവുകയായിരുന്നുവെങ്കിൽ, വീരപ്പനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെങ്കിൽ അതൊരു വളരെ നല്ല സംഭവം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുമെങ്കിലും താങ്കളുടെ മനസ്സിൽ താങ്കൾ ചിന്തിച്ച വിജയകുമാർ എന്ന കമാൻഡന്റ് വീരപ്പനെ കൊല ചെയ്തപ്പോൾ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു കൊല ഒന്നിനും പകരമാണ് എന്ന് വിശ്വസിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തതുകൊണ്ട് അതൊരു നല്ല സംഭവമല്ല എന്ന എന്റെ അഭിപ്രായം നിങ്ങൾക്കെതിരെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ് ഇറ്റ് കമാൻഡന്റ് വിജയകുമാർ? യെസ്. പറയൂ. താങ്കളുടെ അഭിപ്രായം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, അവരുടെ അഭിപ്രായവും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം ഞാനും നല്ല സംഭവമാണെന്ന് വെച്ചപ്പോൾ അല്ല, അദ്ദേഹത്തിന് നല്ല സംഭവമായിരിക്കാം, എനിക്കത് നല്ല സംഭവമായി തോന്നുന്നില്ല. അഡോൾഫ് ഹിറ്റ്ലറിന്റെ മരണം പോലും എനിക്ക് നല്ല സംഭവമായി തോന്നുന്നില്ല. ഒരു മരണം ഒന്നിനും പരിഹാരമല്ല, ആണോ? മരണം ഒരാളിന്റെ ജീവിതത്തിൽ നിന്നുള്ള അവസാനത്തെ മോചനമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അധാർമികതയിൽ നിന്നും മോചനം നേടി ധർമ്മത്തിന്റെ പാതയിലേക്ക് ഒരാൾ സഞ്ചരിക്കാൻ ഇടയാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് വിശ്വസിക്കാം. ജോസ് ആലുക്കാസ് രണാങ്കണം. അപ്പോൾ ഒന്നിച്ച് മൂന്നാം റൗണ്ടിലേക്ക് കിടക്കാം. ഡിസൈഡിംഗ് റൗണ്ട്. അപ്രൂവ്ഡ് സേഴ്സ്? യെസ്. താങ്കൾ വിചാരിച്ച വ്യക്തി പുരുഷനാണോ ഇക്കുറി? അല്ല. അല്ല. ഇന്ത്യൻ? അതെ. ആണ്. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു? ഇല്ല. ഇല്ല. സ്പോർട്സ്? അതെ. മലയാളി? അല്ല.
സൗത്ത് ഇന്ത്യ, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. അല്ല. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി. അല്ല. ബോൾ ഗെയിം തന്നെ. ബോൾ ഗെയിമാണ്. പന്ത് ഉപയോഗിച്ചുള്ള ബോൾ ഗെയിം ആണോ? ഇസ് ഇറ്റ് എ ബോൾ ഗെയിം? അതിയൊക്ക ബണ്ടിയാട്ട എന്ന് തെലുങ്കിൽ ചോദിക്കും. ആണ്, ബോൾ ഗെയിം ആണ്. അല്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇസ് ഇറ്റ് എ ബിഗ് ബോൾ? വലിയ പന്താണോ? ഫുട്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ പോലെ? അല്ല. അല്ല. ഇപ്പോഴും കളിക്കുന്നുണ്ട്? സ്ഫെറിക്കൽ ഷേപ്ഡ് ബോൾ? ഗോളാകൃതിയിലുള്ള പന്താണോ? അല്ല. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ കോച്ച് പുല്ലേല ഗോപിച്ചന്താണോ? അതെ. ആണ്? അതെ, തീർച്ചയായിട്ടും. ആ കളിയിൽ ലോകത്തിലെ ആദ്യത്തെ 6 റാങ്കുള്ള താരങ്ങളിൽ ഒരാളാണ്? അതെ, തീർച്ചയായിട്ടും. ആ വ്യക്തിയുടെ വിരലടയാളവും സൈന നെഹ്വാളിന്റെ വിരലടയാളവും തത്തുല്യമാണോ? അതെ. സോണിയ പ്ലീസ്. സൈന നെഹ്വാൾ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഷട്ടിൽ ബാഡ്മിന്റൺ താരം. ഷട്ടിൽ കോക്ക് ഇസ് എ ബോൾ ഗെയിം. ബോൾ ഗെയിം എന്ന് പറഞ്ഞാൽ ഉരുണ്ട പന്ത് മാത്രമല്ല ബോൾ ഗെയിം കേട്ടോ. ആൻഡ് സൈന നെഹ്വാൾ ഷട്ടിൽ ബാഡ്മിന്റണിൽ പ്രതിഭ തെളിയിക്കുന്നത് പോലെ തന്നെ കൗമാര താരം യൂക്കി ഭാംബ്രി ടെന്നീസിന്റെ ലോകത്ത് വളരെയധികം അതിശയകരമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുകളിലേക്ക് കടന്നു വരികയാണ്. രണാങ്കണം താങ്കൾക്ക് നൽകുന്ന സമ്മാനങ്ങൾ, ഒപ്പം ഓർമ്മിക്കാൻ ഈ മെമന്റോയും. ഒരുപാട് രസമുള്ള നിമിഷങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു അരുൺലാൽ കൊല്ലത്ത് നിന്നെത്തിയിട്ട്. കൊല്ലമാണോ, കൊല്ലംകാരനാണോ? ഒരിക്കലുമല്ല എന്നൊക്കെയാണ് അരുൺ പറഞ്ഞത്. മനസ്സിൽ ഹാപ്പി? ഹാപ്പി. ഈ രാത്രി നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾക്കും വ്യക്തികൾക്കും ശേഷം ഒരിക്കൽ കൂടി ഈ ദിവസത്തെ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒന്നിനും പരിഹാരമാകുന്നില്ല മറ്റൊരാളിന്റെ മരണം, മറ്റൊരു വ്യക്തിയുടെ മരണം എന്ന ഈ ദിവസത്തെ സന്ദേശം ഒരിക്കൽ കൂടി നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് നിങ്ങളോട് യാത്ര ചോദിക്കുന്നു. ദേശിംഗനാട് നിന്നും ഈ മത്സരത്തിലേക്ക് എത്തിയ അരുൺലാൽ, സോണിയ, ഒപ്പം ഞാനും GS പ്രദീപ്. ശുഭരാത്രി.